സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്സംബർഗിലോട്ടുള്ള വർക്ക് വിസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. എസ്പെഷ്യലി നമുക്കറിയാം ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലക്സംബർഗിലോട്ടുള്ള വർക്ക് വിസ. നിങ്ങൾ ഇത്ര ക്യാഷ് കൊടുത്ത് നിങ്ങൾക്ക് വിസ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും. അതേപോലെ തന്നെ ജോബ് റെഡിയാണ്. പല കാറ്റഗറിയിലോട്ടുള്ള ജോബ് ഉണ്ട്, അങ്ങനെയുണ്ട്. നിങ്ങൾ കുറേ ഏജൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയും 4-5 ലക്ഷം രൂപയോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ലക്സംബർഗിലോട്ടുള്ള ഒരു വർക്ക് വിസ എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. കാരണം തീർച്ചയായിട്ടും നമുക്കൊരു എംപ്ലോയറെ കണ്ടെത്തിയിട്ട് എംപ്ലോയറെ അടുത്ത് നിന്ന് ഒരു ജോബ് ഓഫർ കിട്ടിയാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എസ്പെഷ്യലി നമുക്കൊരു ജോലി കണ്ടെത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ജോലി കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ ഇന്ന് നടക്കുന്ന ഒരുപാട് സ്കാമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ ലക്സംബർഗിലോട്ട് ജോബിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ വേണ്ടത് നിങ്ങൾ ഒരു നല്ല റെസ്യൂമേയും അതേപോലെ തന്നെ കവർ ലെറ്ററും ചെയ്തിട്ട് ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് പോർട്ടൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ പോർട്ടൽസിലെല്ലാം കയറിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജോലിക്ക് അപ്ലൈ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞു, ഇത് ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ അയച്ചെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് കിട്ടുള്ളൂ. ചില ആളുകൾ 1-2 ആപ്ലിക്കേഷൻസ് അയക്കും, എന്നിട്ട് പറയും ഒരു റെസ്പോണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ജോലി ശരിയാവുന്നില്ല, ഞങ്ങൾ കുറേ കൊടുത്ത് റിജക്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ അയക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ അയക്കുന്ന ജോബിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് പക്കയായിട്ട് നിങ്ങൾ വായിച്ച് നോക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജർമ്മനോ ഫ്രഞ്ചോ അങ്ങനെ ആവശ്യമുള്ള ജോബിന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല, അത് റിജക്ഷൻസേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അൺസ്കിൽഡ് കാറ്റഗറി ആയിട്ടുള്ള ജോബ് നോക്കുക. അൺസ്കിൽഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഈവൺ അതിനെന്താണ് റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ആ ഒരു ജോബിന് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് നമ്മൾ അവസാന ഭാഗത്ത് നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകൾ, ജോലി കണ്ടെത്താൻ പറ്റാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ ജോബ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് വേണ്ട റെസ്യൂമേയും കവർ ലെറ്ററും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജോലിക്ക് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ നോക്കുക. ഇപ്പോൾ ഒരു MBA കഴിഞ്ഞ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ, ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ, എസ്പെഷ്യലി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു CV അൺസ്കിൽഡ് ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഒന്നും വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം റിജക്ഷൻസ് വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ നമ്മൾ അൺസ്കിൽഡ് ജോബിനൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം എക്സ്പീരിയൻസ് ഒക്കെ കുറച്ചിട്ട് ഒരു നോർമൽ CV ഒക്കെ ചെയ്യാൻ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടാനുള്ള ചാൻസസ് അത്രയും കുറയുള്ളൂ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ വേറൊരു കാര്യം, നമ്മൾ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് വായിച്ച് നോക്കി. ഈ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് ആയിട്ട് എൻ്റെ റെസ്യൂമെ മാച്ച് ആവുന്നുണ്ടോ. അങ്ങനെ മാച്ച് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. പല ആളുകൾ പല ഇതിലായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ഫീൽഡിലെ ജോബ് അവിടെ കിട്ടുമോ, ആ ഒരു ഫീൽഡിലെ ജോബ് അവിടെ ഉണ്ടോ. അപ്പോൾ നിങ്ങൾ ഇതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാറ്റഗറീസിലിട്ടുള്ള ജോബ് അവിടെ അവൈലബിൾ ആണോ. ADM വെബ്സൈറ്റ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത് അവർ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഏതൊക്കെ കാറ്റഗറീസിലുള്ള ജോബ്സ് ആണുള്ളത് കാര്യങ്ങൾ. ജോലി ആവശ്യമുള്ള ആളുകൾ അഥവാ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അവർക്കുള്ള സപ്പോർട്ട് നമ്മൾ എന്തായാലും ചെയ്തു തരും. അതേപോലെ തന്നെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ ഇന്ന് ലക്സംബർഗൊക്കെ ബേസ് ചെയ്തിട്ട് ഒരുപാട് ജോബ് സ്കാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നിങ്ങളടുത്ത് ഒരു പേയ്മെൻറ്റ് വാങ്ങിയിട്ടാണ്, ഇപ്പോൾ നിങ്ങളടുത്ത് പറയാണ് ഒരു 5 ലക്ഷം ഒരു 20,000 കൊണ്ടുവന്ന് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ജോബ് ഓഫർ ലെറ്റർ തരും അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് തരും എന്ന് പറഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, അതൊരു ഉഡായിപ്പാണ്. കാരണം നിങ്ങളെക്കുറിച്ചിട്ട് എക്സാക്റ്റ് ഒരു ധാരണയില്ലാതെ ഒരു കമ്പനി നിങ്ങളെ റിക്രൂട്ട് ചെയ്യില്ല. നിങ്ങളെക്കുറിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഇവാലുവേഷൻ, നിങ്ങളെക്കുറിച്ചിട്ട് ബേസിക് അറിയാത്തൊരു കമ്പനി എങ്ങനെ നിങ്ങളെ റിക്രൂട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടി നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കറിയാം ലക്സംബർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ യൂറോപ്പിലെ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ഈവൻ ജർമ്മനി, ഫ്രഞ്ച്, ലക്സംബർഗീസൊക്കെയാണ് അവിടെ മെയിനായിട്ട് ആളുകൾ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളങ്ങോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം ടാക്സ് റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്, ഈ കൺട്രീസിലുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മൾ കിട്ടുന്ന സാലറിയിൽ അത്യാവശ്യം ടാക്സ് ആയിട്ട് നമുക്കൊരു എമൗണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ജോലിക്ക് അങ്ങനെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ നോക്കാം.